ഒരു കൊലക്കേസിൽ പ്രതിയായ, രാഷ്ട്രീയ കൊലപാതകമൊന്നുമല്ല, കൊട്ടേഷൻ ആളായി പോയിട്ട് ഒരു കൊലക്കേസിൽ ഒരുത്തരെ കുത്തിക്കൊന്ന കേസിൽ പ്രതിയായ ഒരുത്തരെ ജില്ലാ പ്രസിഡന്റാക്കി BJP വെച്ചിട്ട് അവനെ കൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. ക്രിമിനലിനെ കൊണ്ട്, ഒരു ക്രിമിനലിനെ പിടിച്ച് ജില്ലാ പ്രസിഡന്റാക്കി വെച്ചിട്ട് ഞങ്ങളുടെ കുട്ടികളെ പേടിപ്പിക്കാൻ വന്നിരിക്കുക. സന്ദീപ് വാര്യരെ ഭീഷണിപ്പെടുത്തിയെന്ന് സന്ദീപ് രാഹുൽ മാങ്കുളത്തിനെ മാത്രമല്ല സന്ദീപ് വാര്യരെ ഭീഷണിപ്പെടുത്തിയത്. അത് ദേഷ്യം ഉണ്ടാവുമല്ലോ. ഞങ്ങൾ പറയുന്നു, സന്ദീപ് വാര്യരുടെ മുഖത്ത് നോക്കണമെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ പേരുടെ ചോര വീണാലേ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നു. മുഖത്ത് നോക്കാൻ, മനസ്സിലായല്ലോ? കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ സംരക്ഷിക്കും. രാഹുലിന് സത്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പോരാളിയാണ് രാഹുൽ, ഇല്ലേ? പിണറായി വിജയൻ നവകേരള യാത്ര തുടങ്ങി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. സമാധാനം ഉണ്ടായിരുന്നു നവകേരള യാത്രയ്ക്ക്? പിണറായി വിജയന്റെ ഉറക്കം കെടുത്തിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഉറക്കം കെടുത്തിയത് പിന്നെയാണ് ഈ മൂന്നാംകിട ക്രിമിനല്. ആണോ? അതാണോ? ഉറക്കം കെടുത്തിയതാണ് പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും ഞങ്ങളുടെ കുട്ടികൾ പോയില്ല. നൂറുകണക്കിന് പേരാണ് പോലീസുകാരുടെ, ക്രിമിനലുകളുടെ, ഗുണ്ടകളുടെ, പിണറായി വിജയന്റെ കൂടെയുള്ള സെക്യൂരിറ്റി ഗാർഡിന്റെ, ഗൺമാന്റെ വരെ മർദ്ദനമേറ്റിട്ടും ആ സമരത്തെ തോപ്പിക്കാൻ പറ്റിയോ? നവകേരള സദസ്, പിണറായി വിജയന്റെ നവകേരള സദസ് കേരളത്തിന്റെ മുന്നിൽ ഒരു പരിഹാസ പാത്രമായി മാറി. അത് ഈ ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയ ധീരോദാത്തമായ പോരാട്ടത്തിന്റെ പരിണതഫലമാണ്. ആ ആളെ പേടിപ്പിക്കാൻ നിൽക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ 500ഉം 1000ഉം പോലീസുകാർ വരുമ്പോൾ ചെറുപ്പക്കാരെ നയിച്ചുകൊണ്ട് അവിടെ പോയി ഈ തോക്കും പിടിച്ചു നിൽക്കുന്ന, നിറതോക്കും പിടിച്ചു നിൽക്കുന്ന, ലാത്തിയും പിടിച്ചു നിൽക്കുന്ന, ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിക്കാൻ തയ്യാറായി നിൽക്കുന്ന നൂറുകണക്കിന് പോലീസുകാരുടെ നടുവിലൂടെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന ഈ ചെറുപ്പക്കാരൻ. ഞങ്ങൾ പിന്നെ വന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ അവരെ പേടിപ്പിക്കുകയോ ചെയ്ത ഞങ്ങളെല്ലാം അവിടെ എത്തും. ഒരു സംശയം വേണ്ട, അവിടെ എത്തും. അതുകൊണ്ട് ഇത് ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അതുകൊണ്ടാണ് എല്ലാവരും കൂടി വന്നത് എന്നുള്ള തെറ്റിദ്ധാരണയും ഒരാൾക്കും വേണ്ട. ഞങ്ങൾ ഈ സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വർഗീയതയ്ക്കെതിരായിട്ട് പോരാട്ടം നടത്തുന്നവരാ. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്നവരാ. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. കോംപ്രമൈസ് ചെയ്യോ രാഹുൽ ഗാന്ധി? വർഗീയതയുമായി സന്ധി ചെയ്യോ? മതേതരത്വത്തിന്റെ പോരാളികളാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രമല്ല, വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാട് ഞങ്ങൾ എടുക്കും. തെരഞ്ഞെടുപ്പിൽ ജയിക്കോ തോക്കോ ചെയ്യട്ടെ, തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതിനേക്കാൾ കോൺഗ്രസിന്റെ ലക്ഷ്യം വർഗീയതയെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടുക എന്നതാണ്. ഞങ്ങൾ കുഴിച്ചു മൂടുക തന്നെ ചെയ്യും. അധികാരത്തെക്കാൾ ഞങ്ങൾക്ക് പ്രധാനം അതാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവർ, അവരുടെ ചോരയാണ് ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നതെങ്കിൽ നിന്റെയൊക്കെ ഈ വർഗീയത, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഈ വൃത്തികെട്ട വർഗീയത ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഞങ്ങളുടെ ജീവൻ കളഞ്ഞാൽ ഞങ്ങൾ കുഴിച്ചു മൂടുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട, ഒരു വിട്ടുവീഴ്ചയും വേണ്ട. തെരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ പേരിൽ ഒന്നും വേണ്ട ഞങ്ങൾക്ക്. ആ വോട്ട് കിട്ടി, വർഗീയത പറഞ്ഞാലേ വോട്ട് കിട്ടുമല്ലെങ്കിൽ ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ വർഗീയതക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. എവിടെയും ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അധികാരത്തിലൊന്നുമില്ല, പക്ഷെ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ല. ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ഒരു ശക്തിയെയും ഞങ്ങൾ സമ്മതിക്കില്ല. എന്തിന്റെ പേരിലാണെങ്കിലും ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ രാജ്യത്തോടൊപ്പം നിൽക്കും. രാജ്യത്തിന് നേരെ ഭീകരർ വെടിവെച്ചപ്പോൾ അത് ഈ രാജ്യത്തിന് നേരെ നടന്ന വെടിവെപ്പായിട്ടാണ് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾക്ക് നേരെ ഉണ്ടായ വെടിയുണ്ടകളായിട്ടാണ് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾ രാജ്യത്തോടൊപ്പം ഞങ്ങൾ ഉറച്ചു നിന്നു. ഈ രാജ്യത്തെ ജനങ്ങളെ
സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ രാജ്യത്തെ ഗവൺമെന്റിനുണ്ട്. എന്താ പറഞ്ഞത്? ഞങ്ങളൊന്നും ഇതുവരെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ഇതിനകത്ത്. എന്താ പറഞ്ഞത്? കേന്ദ്ര ഗവൺമെന്റും പട്ടാളവും അറിഞ്ഞില്ല. ബൈസണലില് ആളുകളെ, ടൂറിസ്റ്റുകളെ കയറ്റാൻ അനുമതി കൊടുത്തത്, ഈ പറയുന്ന വിവാദം സംഭവം നടന്ന സ്ഥലത്ത് ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കാൻ അനുവാദം കൊടുത്തത് പട്ടാളവും അറിഞ്ഞില്ല, കേന്ദ്ര ഗവൺമെന്റും അറിഞ്ഞില്ല. ഈ നാട്ടിലെ, ഈ രാജ്യത്തെ മുഴുവൻ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാരും അറിഞ്ഞു. Subscribe to One India and never miss an update.